എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടെ സമാഗതമായിരിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യ ദിനത്തിൻ്റെ ആശംസകൾ ഈ അവസരത്തിൽ അറിയിക്കുന്നു. സ്വാതന്ത്ര്യം, സ്നേഹം എന്ന വാക്കുപോലെ തന്നെ അടുക്കും തോറും കൂടുതൽ വിശാലമായിക്കൊണ്ടിരിക്കുന്ന പുതിയ അർത്ഥതലങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. ഒരുപക്ഷെ ലോകം കണ്ടിട്ടുള്ള സ്വാതന്ത്ര്യ സമരങ്ങളിലെ ഏറ്റവും വലിയ സമരങ്ങളിലൊന്നായിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. മഹാത്മാഗാന്ധിജിയെ പോലെ ഒരു അഹിംസാവാദി നേതൃത്വം കൊടുത്തതുകൊണ്ട് തന്നെ താരതമ്യേന രക്തച്ചൊരിച്ചിലുകൾ കുറഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു ഇന്ത്യയുടേത്. അതിന് ഗാന്ധിജി ഉപയോഗിച്ചൊരു മാർഗം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ സമരമാർഗം എന്ന് പറയുന്നത് ഒരു നിസ്സഹകരണമായിരുന്നു. അതൊരു സത്യാഗ്രഹ മാർഗമായിരുന്നു അദ്ദേഹം കൂടുതലായിട്ട് ഉപയോഗിച്ചത്. കാരണം സമരം ചെയ്യുമ്പോൾ പലപ്പോഴും തൊഴിലില്ലാതെയാകും, സമരം ചെയ്യുന്ന ആളുടെ കുടുംബം പട്ടിണിയിലാകും. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹം ഒരാൾ എന്ത് ജോലി ചെയ്യുന്നോ ആ ജോലി സ്വാതന്ത്ര്യ സമരത്തിനായാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിലേക്ക് ഈ സമരത്തെ മാറ്റിമറിക്കുകയാണ് ചെയ്തത്. കർഷകൻ കൃഷി ചെയ്യുന്നു, അതും സ്വാതന്ത്ര്യത്തിന് വേണ്ടി തന്നെയാണ്. അത്തരത്തിലൊരു നിസ്സഹകരണ പ്രസ്ഥാനമാണ്, പ്രൊട്ടസ്റ്റാണ് ഗാന്ധിജി മുന്നിലേക്ക് വെച്ചത്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളുകൾക്ക് ശേഷവും ഇന്ത്യൻ ജനസമൂഹത്തിൻ്റെ മനസ്സിൽ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് വലിയ തോതിൽ വേരോടി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പലപ്പോഴും നമ്മുടെ നാട്ടിൽ നേതൃത്വ ഗുണം എന്ന പേരിൽ കാണുന്നത് പ്രൊട്ടസ്റ്റാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു നാട്ടിലൂടെ പുതുതായി ഒരു ബസ് സർവീസ് കൊണ്ടുവരുന്ന ഒരാളെക്കാളും നേതാവാകാൻ നല്ലതെന്ന് തോന്നുന്നത് ബസ് തടയുന്ന ആളാണ്. ഇത് നമുക്ക് അറിഞ്ഞുകൊണ്ടല്ല, നമ്മൾ അറിയാതെ തന്നെ എപ്പോഴും ബസ് തടയുന്നയാളും എല്ലാത്തിനും എതിർക്കുന്ന ആളും എതിർക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്ന ആളിനുമെല്ലാം ഒരു നേതൃത്വ ഗുണമുണ്ട് എന്ന് നമ്മൾ അറിയാതെ വിശ്വസിച്ച് തുടങ്ങിയിരിക്കുന്നു. അത് തന്നെ നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറിയത് കൊണ്ട് പലപ്പോഴും പുതുതായി വരുന്ന ഏത് കാര്യത്തെയും അല്പം ഭയത്തോടെ ആദ്യമൊന്ന് എതിർത്ത് അത് മറ്റൊരാൾ ഉപയോഗിച്ച് അതിന് കുഴപ്പമില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം മാത്രമാണ് ഇന്ത്യൻ ജനസമൂഹം എപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. അത് TV പരിപാടികളിലും അങ്ങനെ തന്നെയാണ്. ഒരുപക്ഷെ മലയാളത്തിൽ ആദ്യമായി പുതിയ പരീക്ഷണമായി എത്തിയ ഈ പരിപാടിയെയും ആദ്യം എന്താണെന്നറിയാൻ മലയാളികൾ ഒന്ന് ചിന്തിച്ചു. പിന്നീട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി ഇന്ന് 2 കൈകളും നീട്ടി സ്വീകരിച്ച എല്ലാ പ്രേക്ഷകരോടും ആത്മാർത്ഥമായി ഈ ഒരു അവസരത്തിൽ നന്ദി പറയുകയാണ്. നമ്മുടെ എപ്പിസോഡുകളിൽ ഇന്ന് മത്സരമില്ല. അതാണ് ഈ എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളിവിടെ മത്സരിക്കാനെത്തി അല്ലെങ്കിൽ പെർഫോം ചെയ്യാനെത്തിയ എല്ലാവരും നമുക്ക് ചുറ്റുമുണ്ട്. എങ്കിലും ഇന്ന് അത്തരത്തിലുള്ള ഒരു മത്സരം ഒഴിവാക്കിക്കൊണ്ട് കുറച്ചുകൂടെ സൗഹൃദപരമായ അന്തരീക്ഷത്തിലുള്ളൊരു എപ്പിസോഡായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത്. ചില പ്രത്യേകതകൾ ഈ അവസരത്തിൽ ഈ എപ്പിസോഡിന് അവകാശപ്പെടുവാനുണ്ട് എന്നുള്ളതും ഈ എപ്പിസോഡിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അതിലേറ്റവും വലിയ പ്രത്യേകത പലപ്പോഴും പലരോട് ചോദിക്കുന്ന കാര്യമാണ്. ഇപ്പം നമ്മുടെ തമാശ നന്നായില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരാൾ ചോദിക്കും, എന്നാൽ നീയൊരു തമാശ പറ, ആ സിനിമ എത്ര നന്നായില്ല, എന്നാൽ നീയൊരു സിനിമ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് പോലെ ഒരാൾ എന്ത് ചെയ്യുന്നു അതിനെപ്പറ്റി മാത്രമേ മറ്റൊരാൾക്ക് അഭിപ്രായം പറയാവുള്ളൂ എന്ന സ്ഥിതിയിൽ നമ്മൾ പലപ്പോഴും മാറി ചിന്തിക്കാറുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, സ്വാതന്ത്ര്യം വിശാലമായൊരു വാക്കാണ്. അത് പല സ്ഥലങ്ങളിൽ പലയിടങ്ങളിൽ പലതരത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു വാക്കാണ്. എൻ്റെ വ്യക്തി സൗഹൃദ സ്വാതന്ത്ര്യങ്ങളിൽ ഒരുപക്ഷെ എനിക്ക് ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഇന്നും നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത്. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം, ധർമ്മജൻ ബോൽഗാട്ടി. ധർമ്മജൻ, സ്വാതന്ത്ര്യം എന്ന വാക്ക് പലപ്പോഴും പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് പൊളിറ്റിക്സിലേക്കാണ്, രാഷ്ട്രീയപരമായ കാര്യങ്ങളിലേക്കാണ്. അല്ലെങ്കിൽ സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യ സമരവും എല്ലാം രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ്. രാഷ്ട്രീയം എന്ന വാക്കിനെ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്നുള്ളതാണ് അർത്ഥം. കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ, ഓരോ പാർട്ടിയും രാഷ്ട്രീയത്തിൽ ഇടപെടാനുള്ള ഒരു ടൂളാണ്. സത്യത്തിൽ നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർട്ടിയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. എന്നാൽ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ധർമ്മജൻ ബോൽഗാട്ടിക്ക് ഇപ്പം എന്താ പറയാനുള്ളത്? അല്ല, പലപ്പോഴും പല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ കക്ഷി രാഷ്ട്രീയം നോക്കാറില്ല. നമ്മൾ അല്ലാതെ തന്നെ ജനങ്ങളെ നോക്കാറുണ്ട്, പാവപ്പെട്ടവരെ നോക്കാറുണ്ട്, കഷ്ടത അനുഭവിക്കുന്നവരെ നോക്കാറുണ്ട്. അതിൽ നമ്മൾ രാഷ്ട്രീയം കണ്ടിട്ട് പ്രവർത്തിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമ്മളിവിടെ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്നത് നമ്മൾക്ക് മുമ്പേ കുറേ പേര് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടാണ്, നല്ലത് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം കുറച്ച് വിലക്കപ്പെട്ടിരിക്കുന്നത് കൊറോണ കാരണമാണ്. നമുക്കിനി ഒരു സ്വാതന്ത്ര്യം വേണ്ടത് കൊറോണയിൽ നിന്നാണ്. യാത്രകളെല്ലാം ബ്ലോക്ക് ചെയ്യപ്പെട്ടു. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങൾ നല്ലതിന് വേണ്ടിയിട്ടാണ്, നല്ലതിന് വേണ്ടിയിട്ടുള്ളൊരു പാരതന്ത്ര്യമാണ് നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ധർമ്മജൻ പറഞ്ഞതുപോലെ വീണ്ടും ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പാരതന്ത്ര്യങ്ങൾ നല്ലതിന് വേണ്ടിയാണെങ്കിലും ചീത്തയ്ക്ക് വേണ്ടിയാണെങ്കിലും അതിൽ നിന്നെല്ലാം എത്രയും പെട്ടെന്ന് നമുക്ക് മോചിതരാകാൻ പറ്റട്ടെ എന്ന് എല്ലാവരോടും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. ധർമ്മജൻ, സീറ്റിലേക്ക് ഇരിക്കുക. താങ്ക് യു.
എപ്പിസോഡിൻ്റെ ആദ്യത്തിൽ പറഞ്ഞതുപോലെ ഈ എപ്പിസോഡ് ഒരുപാട് പുതുമകളുണ്ട്, പ്രത്യേകതകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ അവതാരകയായ ഡയാന അവതാരകയായി എത്തുന്നില്ല എന്നുള്ളതാണ്. പകരം ഡയാന ഈ ഫ്ലോറിൻ്റെ മുക്കിലും മൂലയിലും തട്ടിത്തെറിച്ചതും വീണ് കിട്ടിയതും ഡയാന തന്നെ സംഘടിപ്പിച്ചതും തന്നെ ഉണ്ടാക്കിയതുമൊക്കെ ആയിട്ടുള്ള കുറേ അധികം തമാശകളുമായിട്ട് പ്രേക്ഷകരുടെ മുന്നിൽ ഒരു സ്റ്റാൻഡപ്പ് കോമഡി പെർഫോമൻസുമായിട്ട് എത്തുകയാണ്. അതിനുവേണ്ടി ഞാൻ ഡയാനയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇതുവരെ വന്നിട്ടുള്ള ഒരു മത്സരാർത്ഥിക്കും കണ്ടിട്ടില്ലാത്ത അത്രയും ആത്മവിശ്വാസത്തോടെയാണ് ഡയാന വന്നു കയറി നിൽക്കുന്നത്. പക്ഷേ എന്നെ കാഴ്ചപ്പാടിൽ ഡയാന ഒരു അവതാരക മാത്രമല്ല, 2 ചിത്രങ്ങളിലെ നായികയാണ്. ഒരുപക്ഷെ മലയാളത്തിലെ ഏതെങ്കിലും ഒരു നായിക ഇതിനു മുമ്പ് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഏതെങ്കിലും ഒരു അവതാരക സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ള കുറേ അഡ്രസ്സുകളുള്ള ഒരാൾ ആദ്യമായിട്ട് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാൻ പോവുകയാണ്. അതെ. അപ്പോൾ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. നോ, ഇന്ന് ഞാനാണ് അവതാരകൻ. അപ്പോൾ ഞാൻ തന്നെ പറയണം. ഓക്കെ രമേശ് ചേട്ടാ, ഓവർ ടു യുവർ സീറ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എന്നെ സംബന്ധിച്ച് ഇതൊരു വളരെ അപൂർവമായൊരു അവസരമാണെന്ന് പറയും. അപൂർവം മാത്രമല്ല, വളരെ സ്പെഷ്യലുമാണ്. കാരണം ഒരു സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യാനൊരു അവസരം കിട്ടുക എന്ന് പറയുന്നത് ഞാനൊരു പക്ഷേ ഈ പ്രോഗ്രാം ആങ്കർ ചെയ്ത് തുടങ്ങിയപ്പോൾ പോലും മനസ്സിൽ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ ഇതിനോടകം ടെലിവിഷൻ പ്ലാറ്റ്ഫോംസ്, ഇതുപോലുള്ള വലുതും ചെറുതുമായ ടെലിവിഷൻ പ്ലാറ്റ്ഫോംസിലൂടെയായിരുന്നു എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എളിയ കല എന്നിലുണ്ടെങ്കിൽ എനിക്കത് ഡിസ്കവർ ചെയ്യാനുള്ളൊരു അവസരം കൂടി കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ വാസ്തവ ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ സ്റ്റാൻഡപ്പ് കോമഡി പറയാമെന്നുള്ളത് അങ്ങനെ ഒരു അവസരമാണ്. ഞാൻ അതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു ആദ്യം തന്നെ. അപ്പോൾ ഇത് തമാശ കഥകളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ഞാൻ ആസ്വദിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഓർത്ത് ചിരി വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അത് തമാശയായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ എന്നെ ഒന്ന് കൈയിടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഓക്കെ. സ്കൂളിൽ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. അവൾ ഭയങ്കര രസമായിരുന്നു, ഭയങ്കര തമാശക്കാരിയായിരുന്നു, ഭയങ്കര ആക്റ്റീവായിരുന്നു, ഭയങ്കര ഉത്സാഹത്തോടെയും ചുറുചുറുക്കോടെയും നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ അവളെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെ സമസോൾട്ട് ചെയ്യും, അവളിങ്ങനെ ഓടും ചാടും മറിയും, ഓരോരോ അഭ്യാസങ്ങൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഒരു ദിവസം ഇൻ്റർവെല്ലിന് ഇങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അവളിങ്ങനെ ഓടി ഒന്ന് തോന്നി, ഞാനൊരു കാര്യം കാണിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ അത്? ഞാൻ ചെറുവിരൽ കൊണ്ടൊരു അഭ്യാസം കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു, ഇവൾ കാണിക്കുമായിരിക്കും, കാരണം ഇവൾ പൊതുവെ ഓരോന്നും കാണിക്കുന്നതാണല്ലോ, അപ്പോൾ കൊള്ളായിരിക്കും, എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ബുക്ക് തുറക്കും, ടെക്സ്റ്റ് ബുക്ക് തുറന്നിട്ട് കുറേ പേജുകൾ കഴിഞ്ഞിട്ട് പാഠം കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ അഭ്യാസം എന്ന് എഴുതിയിരിക്കും. അതിലിങ്ങനെ കൈ കുത്തി വെച്ചിട്ട് പറയും, ദേ അഭ്യാസം കാണിച്ചു. മലയാളം മീഡിയത്തിലാണോ പഠിച്ചത്? അല്ല, ഇംഗ്ലീഷ് മീഡിയത്തിലായിരുന്നു. ഇംഗ്ലീഷ് മീഡിയത്തിൽ ഏത് പാഠത്തിലാണ് അഭ്യാസം എന്ന് എഴുതി വെക്കുന്നത്? 5ലെയും 6ലെയും എല്ലാ ടെക്സ്റ്റ് ബുക്സിലും ഉണ്ട് അഭ്യാസം എന്ന് എഴുതിയിരിക്കും. അഭ്യാസം ഇംഗ്ലീഷിലാ? മലയാള ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം പറഞ്ഞതാ. അതായത് ഇംഗ്ലീഷ് മീഡിയത്തിലെ മലയാളം ലാംഗ്വേജിന്റെ ടെക്സ്റ്റ് ബുക്കിനകത്തെ പ്രശ്നത്തിനകത്ത് അഭ്യാസം എഴുതി വെക്കും. ഇപ്പൊ കറക്റ്റ് അല്ലേ പിള്ളേച്ച നുണ പറഞ്ഞാന്ന് വിചാരിച്ചാണ്. ഓക്കെ. ഇതുപോലെ തന്നെ വേറൊരു കൊച്ചുണ്ടായിരുന്നു ക്ലാസ്സിൽ, ഉച്ചക്കനായിരുന്നു. അവൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഭയങ്കര ഒരു വിരിവിരിപ്പുള്ളൊരു പയ്യനായിരുന്നു. അവൻ ഇങ്ങനെ ക്ലാസ്സിൽ ലേറ്റ് ആയിട്ട് വരും, ക്ലാസ്സിൽ നിന്ന് വെറുതെ ബഹളം വയ്ക്കും, അടുത്തുള്ളവരെയൊക്കെ ഉപദ്രവിക്കും, സാർ മിണ്ടായിരിക്കാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല, ശ്രദ്ധിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ളൊരു പയ്യൻ. അപ്പോൾ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് സാറിൻ്റെ നിന്ന് അടി മേടിക്കും, അല്ലെങ്കിൽ വഴക്ക് മേടിക്കും. അപ്പോൾ എല്ലാ ദിവസവും ഇതന്നെ പരിപാടി. പിന്നെ ഇവന് അടി കൊടുക്കുക എന്നുള്ളത് അന്നത്തെ എല്ലാ ദിവസത്തെ ഒരു ചടങ്ങായി മാറി. ഈ നടയടി എന്നൊക്കെ പറയുന്ന പോലെ ഇവനതൊരു ചടങ്ങാണ്, ഇവന് അടി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ പ്രത്യേകിച്ച് കാരണം പോലും ആവശ്യമില്ല. അപ്പം ഇതിങ്ങനെയാണ് ചില ദിവസങ്ങളിൽ സാറ് പഠിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇവൻ ഇച്ചിരി ലേറ്റായിട്ട് വരുന്ന ലേറ്റ് കമറും കൂടിയാണ്, ചില ദിവസങ്ങളിൽ ലേറ്റായിട്ട് വരും. അപ്പോൾ സാർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ശരി, അഡീഷൻ 42 + 82, ഓക്കെ, ഇത് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുകയായിരിക്കും. പെട്ടെന്ന് ഇവൻ ക്ലാസ്സിലേക്ക് വരും. ഒന്നുമില്ല, ഈ സംഭവിക്കുന്ന കാര്യം ഇവനും സാറും തമ്മിലാണ്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സാറ് മടിയടിക്കുന്നു, അവൻ വരുന്നു, അവൻ നേരെ സീറ്റിൽ പോയിരിക്കുന്നു, സാറ് നേരെ പഠിപ്പിക്കുന്നത് കണ്ടിന്യൂ ചെയ്യുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും നിത്യേന സംഭവിക്കുന്നൊരു കാര്യം. അടിച്ചത് എന്തിനാണെന്ന് സാറിനോ അടി കിട്ടിയത് എന്തിനാണെന്ന് അവനോ അറിയില്ല. ഓക്കെ.
ഡയാന പറഞ്ഞില്ലേ നേരത്തെ കുരുത്തക്കേട് ആ അങ്ങനെയുള്ള പിള്ളേരാന്നൊക്കെ പറഞ്ഞില്ലേ പെരുവരിപ്പുള്ള പിള്ളേരൊക്കെ അതെ. അവരൊക്കെ അവസാനം ഇതേപോലെ ഒന്ന് ഗസ്റ്റായിട്ടിരിക്കും. അതാണ് അതിൻ്റെ ഒരു കാര്യം. എനിക്ക് അതേപോലെ തന്നെയായിരുന്നു. എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ സാറായിരുന്നു അലക്സ് സാർ എന്ന് പറഞ്ഞിട്ട് സാറുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മൾ പഠിക്കാണ്ടിനെക്കാട്ടും കൂടുതൽ തല്ല് കൂടുതൽ കിട്ടുന്നത് അന്നത്തെ ദിവസം പഠിക്കാൻ ചെല്ലാതിരുന്നാലാണ്, മുടങ്ങിയാലാണ്. സാറ് ബോട്ടിനാണ് പോണത് വീട്ടിലേക്ക്. ഒരു ദിവസം ഞാൻ പഠിക്കാൻ പോവാതെ ഞാൻ കടവാരത്തിരുന്ന് ചൂണ്ടിടണമായിരുന്നു. ഇതൊന്നും അറിയാൻ പാടില്ല. പിറ്റേ സാറ് ബോട്ടിന് പോയപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ചൂണ്ടിടണ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ വന്നപ്പോൾ തന്നെ സാറ് ഇന്നലെ ഒരാത്ത എണീക്കണമെന്ന് പറഞ്ഞു. എല്ലാവരുടെയും കൂട്ടത്തിൽ 2-3 പേരുടെ കൂട്ടത്തിൽ ഞാനും എണീറ്റിരുന്നു. നേരെ സാറ് പറഞ്ഞ് കയറിക്കോന്ന് പറഞ്ഞ് നേരെ ഒരു ബെഞ്ചിൽ കയറി അതിൻ്റെ മുക്കത്തോട്ട് കയറാമെന്ന് പറഞ്ഞ് നേരെ ഡെസ്കിൽ കയറി പുള്ളി കൊണ്ടുവന്നൊരു ചൂരിൽ വന്ന് എന്നിട്ട് ഈ ഒഴിവ് സ്ഥലമില്ല ബെഞ്ചിട്ടേക്കണതിൻ്റെ അവിടെ നേരെ ഇരുന്നിട്ട് ചൂണ്ടയിട്ടിട്ട് ഒരു പീരീഡ് മുഴുവൻ ചൂണ്ടയിടലായിരുന്നു. കുറേ പരിപാടികൾ സാറ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഈ അക്രമം ചെയ്യാതെ ഇതുപോലെയുള്ള പണിഷ്മെന്റുകളൊക്കെ ഇഷ്ടം പോലെ വാങ്ങിക്കൂട്ടിയിട്ടുള്ളതാണ്. ദീർഘവീക്ഷണോടെ രക്ഷപ്പെടാം. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു സാറുണ്ട്, സ്ഥിരം മുണ്ടെടുത്തോണ്ട് വരുന്ന സാറാ. അന്ന് മഷിപ്പേന ഉണ്ട് കേട്ടോ, കുറച്ചുകൂടെ മഷിപ്പേന പോപ്പുലറാണ്. അപ്പം ഞാൻ മഷിപ്പേനയുടെ ഒരു പ്രശ്നം ഇടയ്ക്ക് കുറേ നേരം കഴിഞ്ഞ് വെച്ച് എടുത്ത് കഴിഞ്ഞ് എഴുതിയ തെളിവില്ല. അപ്പോൾ ഒന്ന് കുടയണം. ഞാൻ ഫ്രണ്ട് ബെഞ്ചിലിരുന്ന് ഞാനൊന്ന് കുടഞ്ഞപ്പോൾ ഈ പുള്ളിയുടെ മുണ്ട് മുഴുവൻ കറുത്ത ഒരു വര വന്നു. കുത്തായിട്ടൊരു വര വന്നു. പുള്ളി അറിഞ്ഞിട്ടില്ല ഇത്. ഞാൻ മിണ്ടാതിരുന്ന് ടെൻഷൻ അടിച്ച് മൊത്തം എഴുതി തീർത്തിട്ട് എനിക്കറിയാം പിറ്റേ ദിവസം ഇത് പിടിക്കപ്പെടും എന്നുള്ളത്. അതിനുള്ള ദീർഘവീക്ഷണം എനിക്കുണ്ടായിരുന്നു. പിറ്റേ ദിവസം പുള്ളി വന്നതിന് മുമ്പ് ഞാൻ ഈ പേന എൻ്റെ ഒരു കൂട്ടുകാരന് ഗിഫ്റ്റ് കൊടുത്തു. അവനോട് എഴുതിക്കോളാൻ പറഞ്ഞു. സാറ് വന്നിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞു വന്നിട്ട് ഇവൻ്റെ ബുക്കിലെ മഷിയും പേനയും നോക്കിയിട്ട് എന്താടാ നീ ഇന്നലെ കാണിച്ചതെന്നും ചോദിച്ചിട്ട് അവന് കിള്ളിട്ട് അവനൊന്നും മിണ്ടാണ്ട് എന്ന് കിള്ളു കൊണ്ടുകൊണ്ട് വീട്ടിലും പോയി. എൻ്റെ അടുത്ത ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കഥ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഫിസിക്സ് ആയിരുന്നു പഠിച്ചത്, പക്ഷെ പുള്ളിക്കാരി ബികോമാണ് പഠിച്ചത്. അപ്പം ഇവള് എന്ത് ചെയ്യുന്ന വെച്ചാൽ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട്, പൊക്കമുണ്ട്, പിന്നെ ശരിക്കും മുടിയുണ്ട്. കറക്റ്റ് യൂണിറ്റ് ടെസ്റ്റിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ഇവള് മുടി വെട്ടിയിട്ട് വരും. യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ വർഷത്തിലൊരു 2 ദിവസമാണ്. അപ്പം ഈ സമയമാകുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹെയർ കട്ടൊക്കെ ചെയ്തിട്ട് വരും. എന്താ സംഭവം എന്ന് വെച്ചാൽ പരീക്ഷ സമയത്താണ് ചെയ്തിട്ട് വരാം. ഞാൻ പറഞ്ഞല്ലോ, പുള്ളിക്കാരി ഫ്രിഞ്ചസ് ആണ് വെട്ടുന്നത്. ഫ്രിഞ്ചസ് എന്നറിയോ രമേശേട്ടാ? ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെട്ടിയിടും ഫ്രിഞ്ചസ്. അപ്പോൾ ആശാദിക്ക് ഇത് ഭയങ്കര എളുപ്പമാണ്. എന്താണെന്ന് വെച്ചാൽ പരീക്ഷ എഴുതുമ്പോഴത്തേക്കും ആളിങ്ങനെ ഇരുന്ന് എഴുതുമായിരിക്കും. പക്ഷേ അവൾക്ക് വേറെ ആരും കാണാനായിട്ട് കണ്ണിങ്ങനെ നോക്കി അടുത്ത പേപ്പറിൽ എന്താണോ എഴുതിയിരിക്കുന്നത് നല്ല കൃത്യമായിട്ട് കാണാൻ പറ്റും. മുടി ഫ്രണ്ടിൽ കിടക്കുമല്ലേ. അങ്ങനെ ആശാത്തി കുറേ പരീക്ഷകൾ നല്ല സുഖമായിട്ട് എഴുതി. പക്ഷെ ഒരു പ്രാവശ്യം ടീച്ചർ പോക്കി ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമായിരുന്നു. പെട്ടെന്ന് ടീച്ചർ വന്ന് ഇങ്ങനെ ഒന്ന് തടവി കൊടുത്തു. അപ്പോൾ ഇങ്ങനെ ഇരിക്കേണ്ട കണ്ണത് ഇങ്ങനെയായിരുന്നു. പിന്നെ അവൾ അങ്ങനെ മുടി വെട്ടാനൊന്നും മുതിർന്നില്ല. ബട്ട് സ്റ്റിൽ ഷി ഹാസ് എ റിയലി ലോങ് ഗുഡ് ഹെയർ. പിന്നെ ഇവക്ക് വേറൊരു പ്രശ്നമല്ല, നമ്മുടെ തിരുവനന്തപുരം ഭാഷയിൽ ഇങ്ങനെ പറയും, ചെവുത്തയില്ല എന്ന് പറയും. എന്താണെന്നറിയോ? ചെവുത്തയില്ല, അതായത് ഇച്ചിരി ആബ്സെന്റ് മൈൻഡഡ് ആണ്. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് റവന്യൂ മറ്റേ മത്സരത്തിന് സ്പോർട്സിനൊക്കെ ഷി ഹസ് ഡൺ തിങ്സ് ലൈക്ക് ഇവളി റിലേയിൽ നന്നായിട്ട് ഓട്ടക്കാരിയാണ്. റിലേ സമയത്ത് ഈ റിലേ ബാറ്റിന് ഓപ്പോസിറ്റ് ടീമിലൊക്കെ കൊണ്ടുകൊടുത്ത് ടീമിനെയൊക്കെ തോപ്പിച്ചിട്ടുള്ള ഒരു കക്ഷിയാണ്. അപ്പോൾ ഓൾ സയൻസ് കോളേജിലാണ് ഞങ്ങൾ പഠിച്ചത്. അപ്പം പുള്ളിക്കാരുടെ വീട് ഇവിടെ ശംഖുമുഖത്താണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആൾക്ക് ടൂ വീലറിൽ വരാറുണ്ട്, കാർ ഓടിക്കും, പണ്ടത്തെ ഓൾട്ടോ അത് ഓടിച്ച് വരാറുണ്ട്, ഇടയ്ക്ക് ബസ്സിലുമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഒരു ദിവസം അവൾ കാർ എടുത്തുകൊണ്ടാണ് കോളേജിലേക്ക് വന്നത്. അപ്പോൾ വൈകിട്ട് കോളേജ് വിട്ടു, എല്ലാവരും പുറത്തിറങ്ങി, ഞങ്ങളുടെ വീടുകളിലേക്ക് പോയി. അവളും അതുപോലെ തന്നെ ബസ്സിൽ കയറി നേരെ വീട്ടിലൊക്കെ ചെന്നിരുന്നപ്പോഴത്തേക്കുമാണ് അവൾ ഒരു കാര്യം അവൾ ശ്രദ്ധിച്ചത്. എന്തോ വലിയൊരു സാധനം കയ്യിലുണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. കാർ അവൾ കോളേജിൽ എടുക്കാനായിട്ട് മറന്നുപോയി. സംഭവം നമ്മുടെ കോളേജ് എന്ന് വെച്ചാൽ ഒരു റെയിൽവേ ക്രോസിന് അപ്പുറത്തെ സൈഡിലാണ്. വൈകിട്ട് 4 മണിക്ക് മാത്രമേ ആ റെയിൽവേ ഗേറ്റ് ഓപ്പൺ ആകത്തുള്ളൂ. അപ്പം മാത്രമേ അകത്തുള്ള വാഹനങ്ങളും പുറത്തുള്ള വാഹനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല ഈ 2 ദിവസം അവധിയായിരുന്നു. പിന്നെ കാറ് അനാസ്ഥയോട് കൂടി കോളേജിൽ ഇട്ടിട്ട് പോയതുകൊണ്ട് അവൾക്ക് അടുത്ത ദിവസം വീട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുപോകേണ്ടി വന്നു. അങ്ങനെയൊക്കെ മൊത്തം പുലിവാലായി. അവളുടെ ഒരു ചെറിയ അശ്രദ്ധ കാരണം ഷീ ഹാഡ് ടു ഫേസ്. ഈ കാർ ഓടിച്ചല്ലോ, ഇപ്പം കാർ അവിടെ പെട്ടുപോയി എന്ന് പറഞ്ഞല്ലോ. ഈ ലോക്ക്ഡൌൺ സമയത്ത് കാർ ഓടിക്കലും പോക്കും ഒക്കെ പലരുടെയും കാറുകൾ വീട്ടിലിരുന്ന് അതിന്റെ ബാറ്ററി പോയൊരു സമയമാണ്. കാർ ഓടിക്കാതെ സ്റ്റാർട്ട് ചെയ്യാതെ മാസങ്ങളോളം ഇട്ട സമയങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, അവൻ എന്തോ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി, സത്യവാങ്മൂലമൊക്കെ എഴുതിയിട്ട് ഇറങ്ങി.
കുറച്ച് ദൂരം ചെന്നപ്പോൾ പോലീസ് ഇവനെ കൈ കാണിച്ച് പിടിച്ചു. അപ്പം അവനെ എഴുതിയിരിക്കുന്നത് സുഹൃത്തിൻ്റെ മരണ ആവശ്യത്തിന് വേണ്ടി പോവുകയാണെന്നൊക്കെയാണ് സത്യവാങ്മൂലം എഴുതിയേക്കുന്നത്. അപ്പോൾ ഇവൻ ഇങ്ങനെ കാറിൽ പോയി പോലീസ് കൈ കാണിക്കുമ്പോൾ തൊട്ട് തന്നെ ഇവൻ എക്സ്പ്രഷൻ ദുഃഖം ഇട്ടു. പോലീസ് കൈ കാണിച്ച് നിർത്തി, ഡോറ് തുറന്നു. എവിടെ പോവാ ചോദിച്ചു. ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാ സാറേ. സത്യവാങ്മൂലം എഴുതിയിട്ടുണ്ടോ? ഉണ്ട് സാറേ. ഒന്ന് കാണിച്ചു. അവർ മുഴുവൻ വായിച്ചിട്ട് നോക്കി. എങ്ങോട്ടാ പോകുന്നത്? സാറേ ഇവിടെ അടുത്ത് വരെ പോവാ, എൻ്റെ കൂട്ടുകാരൻ മരിച്ചുപോയി സാറേ. പോലീസ് പൊക്കോ, പക്ഷെ ഇങ്ങനെ പാട്ടും വെച്ചോണ്ട് അടിച്ചു പൊളിച്ച് പോകരുതെന്ന്. ഹാസറ്റ് ഓഫ് ചെയ്യാൻ മറന്നുപോയി. അതിൽ നല്ല ഹിന്ദി പാട്ട് കിടക്കുക ചെല്ലുമ്പോൾ. ഒരു മരിച്ച വീട്ടിൽ ഇപ്പം അന്നത്തെ കർമ്മമൊക്കെ കഴിഞ്ഞ് സംസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് ഒരു അച്ഛനും മോനും ചെല്ലുവാണ്. അപ്പം മോൻ എന്ന് പറയുമ്പോൾ കുഞ്ഞു പയ്യൻ, ഒരു 3-4 വയസ്സ് കാണത്തുള്ളൂ, മൂക്കളേക്ക് ഒലിപ്പിച്ചൊരു കൊച്ചു പയ്യൻ ഇവരുമായിട്ട് ചെന്നു. അപ്പോൾ ഈ മരിച്ച ആളുടെ മൂത്ത മോണാണ് അവിടെ ഉണ്ടായിരുന്നത്. പുള്ളി ഇവരെ കണ്ടതും ഇവർക്ക് കൊടുക്കാനായിട്ട് 2 വലിയ ഗ്ലാസ് നിറയെ സ്ക്വാഷ്, ഐസൊക്കെ ഇട്ട് സ്ക്വാഷ് കൊണ്ട് കൊടുത്തു. അപ്പോൾ അച്ഛന് ഒരു ഗ്ലാസ് എടുത്ത് കൊടുത്തു. അപ്പോൾ അച്ഛന് മനസ്സിലായി തണുത്ത വെള്ളമെന്ന് മനസ്സിലായി. അപ്പോൾ മോന് കൊടുക്കാനായിട്ട് മറ്റേ പുള്ളി ഇങ്ങനെ ഗ്ലാസ് എടുത്ത് ഇങ്ങനെ കൊടുക്കാൻ സമയത്ത് അച്ഛൻ ഇങ്ങനെ ഇദ്ദേഹത്തിന് കൈ കണ്ണ് കാണിച്ചു, അതായത് മോന് കൊടുക്കണ്ടെന്ന് കാണിച്ചു. അപ്പം പുള്ളി ഇങ്ങനെ കൊടുക്കാൻ പോകുന്ന അതേ ഇതിൽ തന്നെ സാധനം ഗ്ലാസ് ഇങ്ങനെ തിരിയെടുത്ത് മാറ്റി. കൊച്ചിത് കണ്ടു. അപ്പോൾ അവൻ പറയുമല്ലേ, നീ ഇപ്പോൾ സ്ക്വാഷ് എടുത്ത് മാറ്റിക്കോ, പക്ഷേ ദേ ഇരിക്കുന്ന എൻ്റെ അച്ഛൻ മരിക്കുമല്ലോ, അപ്പോൾ നീ എൻ്റെ വീട്ടിൽ വരുമല്ലോ, അപ്പം ഞാൻ നിനക്ക് സ്ക്വാഷ് തരത്തില്ല, അപ്പം ഞാൻ കാണിച്ചു തരാറ്. എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എന്നെടുത്ത തീരുമാനം വളരെ ഉചിതമായിട്ടുള്ള തീരുമാനമായിരുന്നു. കാരണം ഒരു വ്യത്യസ്തത വന്നു. ഞാൻ കഥ പറയാൻ നല്ല കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇടയിൽ ഇംഗ്ലീഷൊക്കെ കയറ്റി വെച്ചിട്ട് നല്ല അന്തസ്സായിട്ട് കുറച്ച് കഥകൾ പറഞ്ഞു. ഈ കഥകളൊക്കെ കൊണ്ട് ഇനി എൻ്റെ വീട്ടിൽ പോയി എൻ്റെ ഭാര്യനോട് പറഞ്ഞു കൊടുക്കണം. ഒരു മതിപ്പുണ്ടാവുള്ളൂ. ഈ കഥ അവളോട് പറഞ്ഞു കൊടുത്താലേ അവൾക്കൊരു മതിപ്പുണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ ഞാൻ അത്യാവശ്യം എനിക്ക് പറ്റുന്ന കാര്യം പറ്റാത്ത കാര്യമൊക്കെ ശ്രമിക്കുന്ന ഒരാളാണ്. ചില ആളുകൾ ഇതിന് മുതിരൂല. കാരണം ഇന്നത്തെ കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വായുന്നൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റിയ വലിയ ട്രോളുകളുണ്ടാവും, വലിയ പ്രശ്നങ്ങളുണ്ടാവും. ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത്രയും വലിയൊരു റിസ്ക് ഉണ്ടായിട്ടും ഡയാന ഇതേറ്റെടുത്തതിന് ഞാൻ ആദ്യം ഒരു അഭിനന്ദനം ഈ അവസരത്തിൽ പറയുകയാണ്. അത്യാവശ്യം നന്നായിട്ടൊക്കെ കഥകളൊക്കെ പ്രസൻറ്റ് ചെയ്തു. ചില സമയത്തൊക്കെ ആ കഥകളിൽ കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും അത് ഒരു വിൽക്കാൻ വന്ന സെയിൽസ് റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒരു വാചാലത കൊണ്ടൊരു കഥ വിൽക്കുമല്ലോ നമ്മൾ. അതുപോലെ അതിനെക്കുറിച്ച് പരിലാളനം ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് വിറ്റെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഡയാന, അടുത്ത എപ്പിസോഡ് തൊട്ട് വീണ്ടും നമ്മളുടെ മത്സരങ്ങൾ തുടരും. ഡയാന ഇത് ഇടയ്ക്കൊക്കെ സമയം കിട്ടുന്ന പോലെ അവതരണം പോലെ തന്നെ അഭിനയം പോലെ തന്നെ ഇതും പ്രാക്ടീസ് ചെയ്താൽ ഇത് സ്വാതന്ത്ര്യത്തിന്റെ എപ്പിസോഡ് ആയതുകൊണ്ട് നല്ല മുണ്ട് ഷർട്ടൊക്കെ ഇട്ട് മണവാളിനെ പോലെയാണല്ലോ വന്നിരിക്കുന്നത്. അതെ. അപ്പോ പുള്ളിക്കാരത്തി പെർഫോം ചെയ്തു, ഗംഭീരമായി. അപ്പൊ അത് എന്തായാലും ഡയനക്ക് ഒരു അവസരം കിട്ടിയല്ലേ? കിട്ടി. അപ്പൊ എന്തായാലും ഈ ഷോ നശിപ്പിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എനിക്കൊരു അവസരം കൂടി തന്നൂടെ? ഡയാനയുടെ പെർഫോമൻസ് നല്ലതായിരുന്നു, അങ്ങനെ പറഞ്ഞാൽ സമ്മതിക്കൂല. പിന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ പ്രത്യേകത കണക്കാക്കി വേണേൽ പെർഫോം ചെയ്യാം. അല്ല, സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന സമയമാണ് ഇപ്പൊ. അപ്പൊ ഇതിനോടനുബന്ധിച്ച് സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട കഥ എനിക്ക് പറഞ്ഞുകൂടാ? പറയാം. കേശവമാവൻ പറഞ്ഞു, അതായിട്ട് പറഞ്ഞു. പറയാലോ? പറഞ്ഞു. ഞാനിവിടെ പറയുന്നത് ഒരു ഇഴജന്തുവിന് സ്വാതന്ത്ര്യം മേടിച്ചു കൊടുത്തൊരു കഥയാണ്. എൻ്റെ ജീവിതത്തിൽ ശരിക്കും സംഭവിച്ചാണത്. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ ഒരു ദിവസം വീട്ടിലിങ്ങനെ, ചിലപ്പോൾ ആരും ഇത് വിശ്വസിക്കില്ല, അതാണ് ഏറ്റവും വലിയ കഥ പ്രത്യേകത. പക്ഷേ ഇത് റിയൽ നടന്ന സംഭവമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് രാവിലെ എഴുന്നേറ്റ് ഡോറ് തുറന്ന് പുറത്തേക്ക് വന്നപ്പോൾ എൻ്റെ മുറ്റത്ത് ഒരു കുഴമണ്ണാണ് അവിടെ, മണ്ണിങ്ങനെ കുഴമണ്ണായിട്ട് കിടക്കുന്നത് ഇങ്ങനെ. അപ്പോൾ ആ കുഴമണ്ണിൽ ഒരു പാമ്പ് ഇങ്ങനെ കിടന്ന് ഇഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുഴമണ്ണ് കാരണം ഈ പാമ്പിന് ഒരിക്കലും അങ്ങോട്ട് പോകാൻ പറ്റണില്ല. ഇഴഞ്ഞ് 3 അടി മുന്നോട്ട് അങ്ങോട്ട് നീങ്ങുമ്പോൾ 4 സ്റ്റെപ്പ് പുറകോട്ടാണ്. അപ്പോൾ രാവിലെ തുടങ്ങി ഇതിങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് പോയിട്ട് വൈകിട്ടായിട്ടും ഈ സാധനം ഇഴഞ്ഞുകൊണ്ടിരിക്കണം അവിടെ. എനിക്ക് സങ്കടം സഹിക്കാൻ വേണ്ട, കാരണം ഇത് മാളത്തിലോട്ട് പോകാനുള്ള പരിപാടിക്കാണ് നിൽക്കുന്നത്. ഞാൻ എന്ത് ചെയ്യും, ഇതിനെ രക്ഷപ്പെടുത്തണമല്ലേ എന്ന് വെച്ചിങ്ങനെ ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വാവാ സുരേഷിൻ്റെ പേര് വന്നു. പുള്ളിനെ വിളിച്ചു, പുള്ളി വന്നു. ഈ പാമ്പിനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനൊന്നും കൊണ്ടുവന്ന് അതിൻ്റെ മാളത്തിലേക്ക് ഇട്ടേക്കുന്നത്. പുള്ളി വന്നിട്ട് അതിനെ മാളത്തിലേക്ക് കൊണ്ട് ആക്കി. അന്ന് ഞാൻ സമാധാനമായിട്ട് വീട്ടിൽ കിടന്നിങ്ങനെ ഉറങ്ങിയാണ്. പുലർച്ചെ ഒരു 6:30 ആയപ്പോഴേക്കും വീടിൻ്റെ പടിക്ക വാതിലിൻ്റെ അടുത്തൊരു ചീറ്റയായിട്ട് ഞാൻ വാതിലങ്ങോട്ട് തുറന്നു കഴിഞ്ഞപ്പില്ലേ 2 മൂർക്കം പാമ്പ് ഇങ്ങനെ വന്നിരിക്കുകയാണ്.
ഒരു മൂർഖമ്പാമ്പിൻ്റെ വായിൽ നാഗമാണിക്കും, ഒരെണ്ണത്തിൻ്റെ കയ്യിൽ ഒരു ലെറ്ററും. ലെറ്ററോ? ആ, എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ നന്ദി സൂചകമായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞാൽ വിശ്വസിക്കുക ആരെങ്കിലും? നിങ്ങൾ വിശ്വസിക്കുമോ? മോള് വിശ്വസിക്കുക ഇത് പറഞ്ഞാലേ? ഒരാളും വിശ്വസിക്കില്ല ഇത്. ഇതിന് ഒന്നാമത് ഇതൊരു തള്ളാണ്, ഇതൊരു തമാശ അല്ല. ഇതിനകത്ത് സ്വാതന്ത്ര്യ സമരമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. സ്വാതന്ത്ര്യ സമരമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഇതൊരു തള്ളാണ്, ഇതൊരു തമാശ അല്ല ഇത്. അതെന്ത് പരിപാടിയാണ് പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിൻ്റെ എപ്പിസോഡായിട്ട് പോലും എനിക്കൊരു കഥ പറയാനുള്ള സ്വാതന്ത്ര്യം ഇവിടെ ഇല്ലേ? ഇതാണ് ജനാധിപത്യം, ഇതാണ് സ്വാതന്ത്ര്യം. നിങ്ങൾ ഭിന്നിപ്പിച്ച് ഭരിക്കുകയാണ് മിസ്റ്റർ. വിവേചനം ഈ നാട്ടിൽ നിന്ന് പോകുന്നു എനിക്ക് ഒട്ടും വിശ്വാസമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ജയ് ഹിന്ദ്.